ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ മന്തിയാണ് കേട്ടോ. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ മന്തി റെസിപ്പി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ മന്തിക്ക് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഫോർക്ക് കൊണ്ട് ഞാൻ ഇതുപോലെ മെല്ലെ കുത്തി കൊടുക്കും. ഇതിലോട്ട് പൊടിച്ച് വെച്ച നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, പെരിഞ്ജീരകത്തിൻ്റെ അല്ല, നല്ല ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ മാജിക് ചിക്കൻ സ്ട്രോക്ക് മസാല, അത് 2 ക്യൂബ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിലോട്ട് ഞാൻ നല്ല പുതിനയും മല്ലിയിലും ചെറുതായിട്ട് അരിഞ്ഞതും, ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞതും, കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും വെളിച്ചെണ്ണ അങ്ങനത്തെ വേറെ ഒരു ഓയിലും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന് കറക്റ്റ് ഫ്ലേവർ എപ്പോഴും നമുക്ക് ഐദർ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ അല്പം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അല്പം കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ അടച്ച് വയ്ക്കുക. ഇനി അടുത്തത് നമ്മൾക്ക് മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മന്തി റൈസ് വെള്ളത്തിൽ കുതിർത്തിട്ട് 1 മണിക്കൂറാണ് കുതിർത്തിട്ടത്. അതിനുശേഷം നന്നായിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് ഉപ്പും കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പൂ നമുക്ക് ഇഷ്ടമുള്ള കുറച്ചായിട്ട് സ്പൈസസ് ഇട്ടാൽ മതി. നല്ല ഡ്രൈഡ് ലെമണും കുറച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും റൈസ് ഇടുക. ഇത് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഒരു ഹാഫ് കുക്ക്ഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഊറ്റിയെടുത്ത് വെച്ച നമ്മുടെ മന്തി റൈസ് ഇതിലോട്ട് നമ്മുടെ കുക്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് ഇടുക. അതിനുശേഷം കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ദം ചെയ്തിട്ട് കുറച്ച് പച്ചമുളക് അതിൻ്റെ മേളിൽ വെച്ച് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മൾ കനൽ കോരിയിടണം. അപ്പോൾ ഇവിടെ കനൽ കോരിയിടാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കി കുറച്ച് ബൗളിലോ ഒരു സ്റ്റീൽ ബൗളിലോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പറും കൂടെ അതിൻ്റെ പുറത്തോട്ട് വെച്ച ശേഷം അടപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈസി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടൊമാറ്റോ ചട്നിയും ഹോം മെയ്ഡ് മയോണൈസുമാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും പ്ലീസ് കമൻറ്റ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.